കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നവൾ കണ്ടതും അവൻ കൈമുഷ്ടി ചുരുട്ടി പല്ലുകൾ കടിച്ചു. അതിന്റെ ഫലമായി അവന്റെ മുഖത്തെ ഞരമ്പുകൾ എടുത്തു കാണിച്ചു. അവൾ രണ്ട് കൈയും വിടർത്തി രുദ്രനെ പുണരാനായി മുന്നോട്ട് വന്നതും ഒരു കൈ കൊണ്ട് തടഞ്ഞിട്ട് അവൾ നോക്കുപോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ നമ്മുടെ പിള്ളയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. എന്നാൽ അവൾക്കത് അവളുടെ രോമത്തിൽ പോലും ഏറ്റിട്ടില്ലെന്ന് അവളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാനിതത്ര കണ്ടതായെന്നൊരു ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. രുദ്രൻ നേരെ ചെന്ന് വിശ്വന്റെ മുന്നിലേക്കാണ്. അവനെ കണ്ടത് അവർ പുഞ്ചിരിച്ചു. മോനെ രുദ്ര, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഗൗരി അവനോട് സ്നേഹത്തോടെ സംസാരിച്ചു. അതിന് മറുപടി നൽകാതെ അവൻ വിശ്വക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടതും വിശ്വ മോഹനെ നോക്കി. എന്നാൽ മോഹൻ രുദ്രനെ തന്നെ നോക്കിയിരിക്കുവാണ്. ഇനി എന്ത് എന്ന പോലെ. അത് മോനെ, ഞങ്ങൾ ഇന്ന് കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നേ. അതിനെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ ചർച്ച ചെയ്യായിരുന്നു. ഗൗരി ഒരു ചിരിയോട് അവനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് നിങ്ങളോടല്ല, നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം അപ്പം മാത്രം ചിലച്ചാൽ മതി. ഒരു താക്കീതോടെ കണ്ണുകൾ കൊണ്ട് മാത്രം അവരെ നോക്കിക്കൊണ്ടാവും പറഞ്ഞതും അവർ പേടികൊണ്ട് താനെ തലയാട്ടി. പറ മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞ്? അവനെ ആൾക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള സെറ്റിലിരുന്നോണ്ട് ചോദിച്ചു. അത് രുദ്ര, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടന്ന പ്രശ്നങ്ങൾ ഒരു കരടായിട്ട് വരരുതല്ലോ. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കുന്നു പറയായിരുന്നു. എന്നിട്ട് എങ്ങനെ പരിഹരിക്കാനാ തീരുമാനമായത്? നമുക്ക് ആ പെണ്ണിനെ കുറച്ച് കാശ് കൊടുത്ത് നോക്കാം. അതിലും വീണില്ലെങ്കിൽ കാശിലൊക്കെ വീഴും. അതിനാണല്ലോ അവൾ ഇതിന് ഇറങ്ങി തിരിച്ചു തന്നെ. ഇനി വീണിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആരും അറിയാതെ നമുക്ക് അവളെങ്ങ് തീർക്കാം. ഒരു ചെറിയ തെളിവ് പോലും ഇല്ലാതെ ഇവന്റെ ഫ്രണ്ട്സും ചെയ്തു തരും. അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. നാളേക്ക് അതൊരു തലവേദനയാവുന്നൊരു ടെൻഷൻ വേണ്ടല്ലോ. എല്ലാം ഇവിടെ കൊണ്ട് തീർന്ന അതാ നല്ലത്, അല്ലേ രുദ്ര? വിശ്വ പറഞ്ഞു തുടങ്ങിയതും ഗൗരി ബാക്കിയെല്ലാം പറഞ്ഞു നിർത്തി. എന്നാൽ രുദ്രന്റെ പ്രവൃത്തി എല്ലാവരെയും ഞെട്ടിച്ചു. അവനെ തന്നെ നോക്കി നിൽക്കുന്ന ശീതളിന്റെ തൊണ്ടയിൽ അവൻ പിടിച്ചമർത്തി. ശ്വാസമെടുക്കാനും വലിക്കാനും ഒന്നും ആവാതെ അവൾ പിടഞ്ഞു. അത് കണ്ട എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവനെ തടുത്തു. ഗൗരി അവന്റെ കയ്യിൽ അമർത്തി പിടിച്ച് വലിച്ചു. എന്നാൽ രുദ്രൻ അവന്റെ മറ്റേ കൈ കൊണ്ട് ഗൗരിയുടെ കഴുത്തിൽ പിടിച്ച് നിലത്തുനിന്ന് ഉയർത്തി നിലത്തേക്ക് ഇട്ടു. ആ ഒരൊറ്റ സെക്കൻഡിൽ അവർ പിടഞ്ഞുകൊണ്ട് കഴുത്തിൽ ഒഴിഞ്ഞ് നിലത്തിയിരുന്നു. വിവേകും വിശ്വനും മഹി രുദ്രന്റെ കയ്യിൽ നിന്ന് ശീതളിനെ ബലമായി പിടിച്ചു മാറ്റി. കഴുത്തിൽ തടവി ആഞ്ഞു ശ്വാസമെടുക്കുന്ന ഗൗരിക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു ദേവിക. ശീതളിനെ കയ്യിൽ നിന്ന് വിട്ടിട്ട് അവൻ പഴയ പോലെ സെറ്റിൽ തന്നെ പോയിരുന്നു. ഇരിക്കെ. എല്ലാവരെയും നോക്കിക്കൊണ്ട് സെറ്റിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞതും എല്ലാവരും ഇരുന്നു. അവൻ ഗൗരിയെ തന്നെ നോക്കി. അവരപ്പോഴും കഴുത്തിൽ തടവുകയാണ്. ഇപ്പൊ മനസ്സിലായോ ആന്റി, ജീവന്റെ വില നമുക്ക് മാത്രമല്ല നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിക്കുമുണ്ട്. നിങ്ങളുടെ പോലെ വേദനയും സങ്കടവും ജീവനും ഒക്കെ. അതിനൊരു പുല്ലുവില പോലും നൽകാതെ അങ്ങ് തീർത്ത് കളയാമെന്നൊക്കെ പറയാൻ പാടുണ്ടോ? അതും ഒന്നും അറിയാത്ത ആ പെൺകുട്ടിയെ, അവളെന്നോട് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവളെ നിങ്ങൾ തീർത്ത് കളയാൻ പ്ലാൻ ഇട്ടതെങ്കിൽ അവൾ നിരപരാധിയാ. ഒന്നും അറിയാതെ അതിൽ വന്ന് പെട്ടതാ. അതുകൊണ്ട് അവൾക്ക് നേരെ നിങ്ങളുടെ ആരെങ്കിലും ഒരു ചെറുവിരലെങ്കിലും അനങ്ങിയ. അവസാനത്തെ അവന്റെ വാക്കുകൾക്ക് നല്ല കടുപ്പമുണ്ടായിരുന്നു. അവരെ നാലുപേരെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് എണീറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. ഡോറിലെത്തിയതൊന്നും നിന്നു. പിന്നെ വയറ്റിലൊരാളുടെ കുഞ്ഞിനെ വെച്ച് അതെന്റെ കുഞ്ഞാണെന്ന് പറയാൻ അവളുടെ പേര് ശീതളെന്നല്ല, ഈഷ എന്നാ. അങ്ങനെ എങ്ങാനും അവൾ പറഞ്ഞ അത് എന്റെ കുഞ്ഞ് തന്നെയാവും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവനെല്ലാവരും കണ്ണും തള്ളി നോക്കി നിന്നു. ദേവികയും മോനും പരസ്പരം നോക്കി. ഇനി അവർക്കിടയിൽ വേറെ വല്ലതും? അവർ നെഞ്ചത്ത് കൈവച്ചു. രുദ്രന് പിന്നാലെ റോണയും കണ്ണനും റോണിയും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. മക്കൾ നാലുപേരും പുറത്തേക്ക് പോയതും മോഹനും ദേവികയും വിശ്വനും ഗൗരിക്ക് നേരെ തിരിഞ്ഞു. അവരോട് എന്തു പറയണമെന്ന് അവർക്ക് അറിയുമായിരുന്നില്ല. വിശ്വ, മോഹൻ വിളിച്ചതും അയാൾ കൈകൾ ഉയർത്തി തടഞ്ഞു. വേണ്ട മോഹൻ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. എത്രയ്ക്കായാലും എൻ്റെ ഭാര്യയും മകളെ ഉപദ്രവിച്ച് അവനെ ന്യായീകരിക്കാൻ എനിക്കാവില്ല. അവരുടെ ഭാവി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനാ അങ്ങനെ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തു. അത് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് അവൻ എൻ്റെ മുഖത്തോക്കി പറയായിരുന്നു. അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വിശ്വ മോഹൻ നേരെ ചാടിയതും മോഹനും ദേഷ്യം വന്നു. എൻ്റെ മോഹൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ നീ പറഞ്ഞ കാര്യങ്ങളോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുമോ? അവന് പണ്ടേ ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അതവനെ എങ്ങനെയാണ് പുറത്തേക്ക് കാണിക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. ഓ, നീയോ അവനെ ന്യായീകരിക്കുകയാണോ? ഞാൻ അവനെ ന്യായീകരിച്ചല്ല, നീ പറഞ്ഞതിന് അതുപോലെ മറുപടി പറഞ്ഞതാ. മോഹൻ ഇത്തിരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വഴിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് രുദ്രൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. മോഹന്റെയും വിശ്വന്റെയും വാക്കിൽ അതിരുകടന്നാലോ എന്നുള്ള പേടിയിൽ ഗൗരി വേഗം ഇടപെട്ടു. ഗൗരി ഒന്നും വിചാരിക്കരുത്. അവൻ അങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും.
അതിന് അവൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ വിവാഹം ഒന്നുകൂടെ ആലോചിച്ചതിന് ശേഷം മതി, അല്ലേ മോളെ? ദേവിക ശീതളിനെ നോക്കിയാണ് അവസാനം പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആൻറ്റി, ഞാൻ നിങ്ങൾ എന്തു പറഞ്ഞാലും സമ്മതിക്കാം. പക്ഷേ രുദ്രനെ മറക്കാൻ മാത്രം എന്നോട് പറയരുത്. എനിക്കതിന് കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവനെ. ദേവികയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു. മോള് കരയണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം വെച്ച് നിങ്ങൾ ചേരില്ലെന്ന് തോന്നിയോണ്ടാ ദേവി അങ്ങനെ പറഞ്ഞു. മോള് സങ്കടപ്പെടണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. ദേവികയുടെ കയ്യിൽ പിടിച്ച് കരയുന്നവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മോഹൻ പറഞ്ഞതും അവൾ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു. വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ എന്ന പ്രതീക്ഷയിൽ. എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ഇനി ഒഴിവുകൾ നോക്കി വേറൊരു ദിവസം വരാം. ഇന്നത്തെ സമ്പത്തെ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. വിശ്വ പറഞ്ഞതും മോഹൻ അത് ശരിവെക്കും പോലെ തലകുലുക്കി. എല്ലാവരും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലേക്ക് നടന്നും കണ്ടു എന്തോ വായിച്ചുകൊണ്ട് സെറ്റിലിരിക്കുന്ന രുദ്രനെ. റോണ ലാപ്പിൽ എന്തോ ചെയ്ത് അവൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. റോണിയും കണ്ണിന് TV കാണുവാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ, ഇനി പിന്നെ ഒരു ദിവസം കാണാം. ഗൗരി ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതുപോലെ ഏട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടാനാണെങ്കിൽ ദിവസം വന്നോളൂ ആൻറ്റി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ണൻ്റെ മറുപടിയിൽ റോണി ഒരു ചിരിയോടെ അവനെ നോക്കി പേടിപ്പിച്ചു. അവരൊന്ന് ചിരിച്ചെന്ന് വരുത്തിയ പുറത്തേക്ക് നടന്നു. ഓരോരുത്തരും യാത്ര പറഞ്ഞിറങ്ങി. ശീതൾ ദേവികയെ കെട്ടിപ്പിടിച്ചു. ദേവിക ശീതളിന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു സ്നേഹത്തോടെ. ഒരു മരുമകളോട്, അല്ല, ദൈവം അവർക്ക് നൽകാതെ പോയ മകളോടുള്ള സ്നേഹത്തോടെ. അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവികക്ക് പെൺകുട്ടികളെ. അവർ പോയതും ദേഷ്യത്തിൽ രുദ്രനോടെന്തോ പറയാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് മോഹൻ വേഗത്തിൽ വന്നതും അവനവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാഗസിൻ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാവരും അവൻ്റെ ആ പ്രവൃത്തിയിലും ഞെട്ടി. രുദ്ര! ദേവിക അവനെ ദേഷ്യത്തോടെ തന്നെ വിളിച്ചു. അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അവരാരും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെയ്തതിനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ അതിന് ഞാൻ നിന്നേരില്ല. ഞാൻ ചെയ്തതിലൊരു തെറ്റോ കുറ്റബോധം എനിക്കില്ല. പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ അച്ഛനൊരു അർഹതയുമില്ല. അവന്റെ ദേഷ്യത്തിനനുസരിച്ച് അവന്റെ ശബ്ദം ഉയർന്നിരുന്നു. രുദ്ര, ആരോട് എന്താ പറയുന്ന എനിക്ക് വല്ല ബോധമുണ്ടോ? രുദ്രന്റെ വാക്കുകൾ കേട്ട് തകർന്നു നിൽക്കുന്ന മോഹൻ നോക്കിക്കൊണ്ട് ദേവിക അവനോട് ചോദിച്ചു. ആരോടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടമ്മേ. നിങ്ങളുടെ മുന്നിലിരുന്ന് അവളെ കൊല്ലണം, ഒഴിവാക്കണം, അങ്ങനെയുള്ളവളാ ഇങ്ങനെയുള്ളവളാന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതെ നിന്നവരെ എന്നോടൊന്നും മിണ്ടാൻ വരണ്ട. അവളൊരു തെറ്റും ചെയ്തില്ലെന്നറിഞ്ഞിട്ടും അവരങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ അതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കാൻ തോന്നിയത്? അതെല്ലാം പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഗൗരിയും വിശ്വനും അവളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന അവന്റെ അച്ഛന്റെ മുഖമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന് സമ്മതിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? മിണ്ടാതിരുന്ന് എങ്ങനെ അവിടെ പ്രതികരിക്കണമെന്ന് അറിയാത്തോണ്ടാ. നിന്റെ ജീവിതമല്ലേ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി അവർ പറയുമ്പോൾ അവരോട് ചാടിക്കളിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ലല്ലോ. അതാ ഞാൻ മിണ്ടാണ്ടിരുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് കേട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ കാരണ അവൾക്ക് ഈ അവസ്ഥ വന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്ന് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ കാരണ അവളെ എൻ്റെ ഭാവിക്ക് വേണ്ടി കൊന്നുതള എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രതികരിക്കും. എല്ലാവരെയും പോലെ ഒരു ജീവൻ തന്നെ അവളും. എല്ലാവർക്കും കൂടെ തട്ടിക്കളിക്കാൻ ഞാൻ ഇട്ടുതരില്ല. അവൻ്റെ ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. അതും പറഞ്ഞ് അവൻ ദേവിക്കും അവനടുത്തേക്ക് വന്നു. എൻ്റെ സമ്മതമില്ലാതെ അവരുടെ ആക്ടിങ് കണ്ട് വല്ല വാക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അച്ഛനും അമ്മയും രുദ്രൻ ഇല്ലെന്ന് ഞാൻ കരുതും. അതുപോലൊരു മോളെ ചുമക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അവന്റെ വാക്കുകൾ കേട്ടും ദേവിക്ക് ദേഷ്യം വന്നു. പിന്നെ നിന്നെ കെട്ടാൻ ദേവലോകത്തും ദേവത ഇറങ്ങി വരും. നിനക്ക് കുറെ ആരാധികമാരൊക്കെ ഉണ്ടാവും. പക്ഷെ നിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ച് ഒരൊറ്റയാണെങ്കിൽ വീണ്ടും പടി ചവിട്ടില്ല. ഇത് അവൾക്ക് നിന്റെ ജീവനായതുകൊണ്ട് നിന്റെ ദേഷ്യക്ക് ആ കുട്ടി സഹിച്ച് നിന്റെ ഒപ്പം ജീവിക്കാന്ന് പറയുന്നു. ദേവിയുടെ വാക്കിൽ അവനൊന്ന് പുച്ഛിച്ചു. അവൾ അങ്ങനെ ജീവനായി കരുതുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അതിലൊരാളാവൻ എന്തായാലും ഞാനില്ല. പിന്നെ എന്നെ കെട്ടാൻ ഒരു ദേവതയും യക്ഷിയും വേണ്ട. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ട് അതെനിക്കിഷ്ടം. ഇനി തീരുമാനമെങ്ങാനും മാറ്റി വന്നാ. ദേവികയും തറപ്പിച്ച് നോക്കി അവൻ മുകളിലേക്ക് കയറിപ്പോയി. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുമൊക്കെ അവന് ജീവനാണ്. പക്ഷേ അത് അവന്റെ വഴിയിലൂടെ പോകുമ്പോൾ മാത്രം. മുകളിലേക്ക് പടികൾ കയറുന്നവനെ ദേവിക കണ്ണു നിറച്ച് നോക്കി നിന്നു. ഇവന്റെ ഈ ദേഷ്യം നിയന്ത്രിക്കാനും അവനെ മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു ഇണയെ തന്നെ അവന് നീ കൊടുക്കണേ ഈശ്വര. അവർ മൗനമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിച്ച പോലെ പൂജാമുറിയിലെ വിളക്കിലെ തിരി ആളിക്കത്തി. അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ഒരുവളുടെ ശ്വാസം തന്നെ ധാരാളമെന്ന് ആ അമ്മമനം അപ്പോൾ അറിഞ്ഞില്ല. രുദ്രൻ റൂമിൽ കയറി സർവ്വശക്തിമെടുത്ത് ഡോറടച്ചു. ആരോടൊക്കെയുള്ള ദേഷ്യം. അവൻ ബെഡിൽ മലർന്നു കിടന്നു. ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പുതിയ മൂവിയുടെ ഷൂട്ടിങ്ങിന് പോലും പോവാൻ തോന്നുന്നില്ല. അത്രത്തോളം മനസ്സ് കയ്യിൽ നിൽക്കുന്നില്ല. അവൻ ഫോൺ തപ്പി. അപ്പോഴാണ് അവന് ഓർമ്മ വന്ന് ഫോണാണ് താഴെ എറിഞ്ഞ് പൊളിച്ചതെന്ന്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ലിവിംഗ് റൂമിൽ നിന്ന് ആരുടെയൊക്കെ സംസാരം കേട്ടത്. ഹാളിൽ ആരെയും കാണാതെ വന്നു അങ്ങോട്ട് പോയതാണ്. അപ്പോൾ കേട്ട കാര്യങ്ങൾ തന്നെ അത്രമാത്രം ദേഷ്യപ്പെടുത്തുന്നവയായിരുന്നു. അവൻ അവനോട് തന്നെ ചോദിച്ചു,
അവളെ ഒരു മോശക്കാരിയാക്കി സംസാരിക്കുന്ന കൊന്നുകളയുമെന്നൊക്കെ പറയുന്ന കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തോ അവളെ അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ സഹിച്ചില്ല. അവൻ ബെഡിൽ നിന്ന് എണീറ്റ് അവൻ്റെ ഐപാഡ് എടുത്ത് ഓണാക്കി. അതിലവൻ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ച ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവൾ. ഇതുവരെ ആരും അങ്ങനെ കിടന്നിട്ടില്ല. അതിനാർക്കും ധൈര്യവുമില്ല. ചെറിയ രീതിയിലുള്ള റൊമാൻസൊക്കെ അഭിനയിക്കുമെങ്കിലും ഇത്രക്കുള്ളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അധികവും ആക്ഷൻ സിനിമകളാണ്. ആ ചിത്രത്തിലേക്ക് നോക്കുന്തോറും മനസ്സിലെ ടെൻഷൻ മാറുന്നവൻ അറിഞ്ഞു. അത്രത്തോളം സമാധാനം അവനിൽ നിറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, കാണാൻ കഴിയാത്ത ഒരു ചിരി. എന്നാൽ ഇതേ സമയം വായിൽ വെച്ച ഭക്ഷണം ചവച്ചരക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്തു. വളരെ കഷ്ടപ്പെട്ടിറക്കിയ ഭക്ഷണം വയറ്റിലെത്തിയതും അവിടെ പുകയുന്ന പോലെ അവൾക്ക് തോന്നി. ആരോ വയറ്റിൽ തീ കോരിയിട്ട പോലെ. സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ കിടന്ന് പൊളഞ്ഞു. രാത്രി ഭക്ഷണം കഴിച്ച് മാൻഷനിൽ എല്ലാവരും കിടക്കാൻ റൂമിലേക്ക് കയറി. ഫ്രഷായി ബാത്റൂമിൽ നിന്നിറങ്ങിയ രുദ്ര ബെഡിൽ വന്ന് കിടന്നു. ഉറക്കം വരുന്നില്ല. അവന്റെ മനസ്സിൽ മോഹനോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തോ ഒരു വിഷമം തളം കെട്ടി നിന്നു. ബെഡിൽ നിന്ന് എണീറ്റ് അവൻ മോഹന്റെയും ദേവികയുടെയും റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവൻ റൂമിന്റെ മുമ്പിലെത്തി ഡോർ തുറന്നും കണ്ടു 5 പേര് നിവർന്ന് കിടക്കുന്നു. നടുവിൽ കണ്ണനാണ്. അതിനപ്പുറത്ത് ദേവികയും ഇപ്പുറത്ത് റോണയുമാണ്. ദേവികയുടെ അപ്പുറത്ത് റോണിയുമാണ്. റോണക്കപ്പുറത്ത് മോഹനും. അങ്ങനെയാണ് കിടക്കുന്നത്. ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള കിടത്താൻ സാധാരണമാണ്. എന്തെങ്കിലും സങ്കടമോ സന്തോഷമോ വന്നാൽ എല്ലാവരും കൂടെ ഒപ്പം കിടക്കും. അതുകൊണ്ട് അവിടെ റൂമിൽ 2 ബെഡുണ്ട്. രുദ്ര എല്ലാവരെയും നോക്കി. മോഹന്റെ അടുത്തോട്ട് കിടന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. രുദ്ര. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മോഹൻ വിളിച്ചു. എന്താടാ? അവൻ മോഹന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാച്ചാ അവർ പറയുന്നിട്ട് മിണ്ടാണ്ടെന്ന്? അതില് എനിക്ക് ദേഷ്യം വന്ന്. അവളെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അച്ഛാ. അതൊരു പാവല്ലേ. ഇതിന്റെ പേരിൽ അവളുടെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ കൊല്ലാറാക്കി. അതിൻ്റെ കൂടെ ഇവരിങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അച്ഛാ. അവളെ കൊല്ലണമെന്ന് അയാൾ പറഞ്ഞു കേട്ടപ്പോൾ അയാളെ കൊല്ലാൻ എനിക്ക് തോന്നിയത്. സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛാ. എന്തോ വല്ലാതെ ദേഷ്യം വന്നു. പാവല്ലേ, അതൊരു പാവം കുട്ടിയല്ല അച്ഛാ. പ്രതികരിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നിനറിയാത്തൊരു പാവം. അയാൾ പറഞ്ഞൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. അയാളെ കൊല്ലാൻ തോന്നുക. അവളെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടർന്നു. അവസാനം അവന്റെ ശബ്ദം ഗൗരവമായതും മോഹനും ശ്രദ്ധിച്ചു. അവളെ ആരും ഒന്നും ചെയ്യില്ല രുദ്ര. അവന്റെ ദേഷ്യം ഒന്ന് കുറക്കാനെന്ന പോലെ മോഹൻ പറഞ്ഞു. ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അച്ഛാ. മോഹൻ പറഞ്ഞതിന് അപ്പോൾ തന്നെ അവന്റെ മറുപടിയും വന്നു. അതിന് മോഹൻ അവനെ നോക്കി. കണ്ണുകൾ അടച്ചുകൊണ്ട് മോഹന്റെ നെഞ്ചിൽ കിടക്കുകയാണ് അവൻ. മോഹൻ ദേവികയെ നോക്കി. ദേവിക മാത്രമല്ല, പിള്ളേര് 3 അവരെ തന്നെ നോക്കി കിടക്കുകയാണ്. അവരെ നോക്കി വീണ്ടും മോഹൻ രുദ്രനെ നോക്കി. ഇനിയിപ്പോൾ അവളുടെ വീട്ടുകാരെന്നെ അവളെ ഉപദ്രവിക്കുകയാണെങ്കിലോ? വെറുതെ അവന്റെ മറുപടി അറിയാൻ മോഹൻ ചോദിച്ചു. അങ്ങനെ അവളെ ഉപദ്രവിക്കാൻ അവർക്കാവൂ അച്ഛാ? അവളുടെ അച്ഛനും അമ്മയല്ലേ? അച്ഛൻ പറഞ്ഞ പോലെ അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും തല്ലിപ്പോയതാവും. പറയാൻ പറ്റില്ല. എല്ലാവരും ഇപ്പം നിന്റെ അമ്മയെ പോലെ മക്കളെ മനസ്സിലാക്കുന്നവരാവണമെന്നില്ല. പറ, അങ്ങനെ വന്നാൽ നീ എന്തു ചെയ്യും? കുറച്ചേരം അവനൊന്നും മിണ്ടിയില്ല. എല്ലാവരും അവന്റെ മറുപടിക്ക് ചെവി കൂർപ്പിച്ച് വെച്ചു. അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അവൾ ഇവിടെ ജീവിക്കും, ദേവികാമോഹന്റെ മകളായിട്ട്. അവളെ എല്ലാ ചെലവുകളും ഞാൻ നോക്കിക്കോളാം. ഏട്ടനൊരു പ്രണയം പൊട്ടിമുളച്ചോന്നൊരു സംശയം എനിക്കും. രുദ്രൻ പറഞ്ഞു നിർത്തിയതും കണ്ണൻ റോണയുടെ ചെവിൽ പതിയെ പറഞ്ഞു. റോണയെ അത് ശരിവെച്ചു. പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് അവളെ സന്തോഷത്തോടെ അവളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൈ പിടിച്ചു കൊടുത്താ എന്റെ കടമ തീരും. അവന്റെ ആ മറുപടിയിൽ പിള്ളേരുടെ വാ താനേ തുറന്നു. അവർ കെട്ടിയുയർത്തിയ കൊട്ടാരം തകർന്ന് തരിപ്പണമായി. അവളെ കെട്ടിച്ചു വിട്ട് നിന്റെ കടമ തീർക്കാൻ നീ ആരാ? അവളുടെ അമ്മാവനോ? ദേവികയുടെ ശബ്ദം കേട്ടതും രുദ്ര മുഖമുയർത്തി അവരെല്ലാവരെയും നോക്കി. ആരും ഉറങ്ങിയിട്ടില്ല. അവന് തന്നെ നോക്കി കിടക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ കിടന്നു. നീ ഒന്ന് മാറിക്കിടന്നേ. നിന്റെ ഈ കട്ടപൂടി എനിക്ക് താങ്ങില്ല മോനെ. അത് കേട്ടി രുദ്ര മോഹന്റെ നെഞ്ചിൽ നിന്ന് മാറി തലയിണിൽ തലവെച്ച് കിടന്നു. അവൻ മാറിയതും മോഹൻ നെഞ്ചൊഴിഞ്ഞു. കുറച്ചേരം ഏട്ടന്റെ മുഖം ഇവിടെ നിന്ന് വെച്ചപ്പോഴേക്കും അച്ഛൻ ഇത്ര വേദനയോ? അയ്യേ കഷ്ടം. അപ്പൊ രാവിലെ ഉരുട്ടിക്കയറ്റുന്നൊക്കെ വെറുതെയാണോ? കണ്ണൻ മോഹനെ കളിയാക്കിയതും അയാൾ അവനൊന്ന് തുറിച്ചു നോക്കി. എന്നാ നീ ഒന്ന് കിടത്തി നോക്കടാ. നിനക്കോ എനിക്കൊന്നല്ല, ലോകത്തിൽ ആർക്കും അവന്റെ ആ ഉരുക്ക് പോലെയുള്ള ശരീരം താങ്ങില്ല. മോഹൻ കലിപ്പിട്ടതും കണ്ണൻ ദേവികയോട് ചേർന്ന് കിടന്ന് പുതപ്പിട്ടു. അവര് പറഞ്ഞു കേട്ട രുദ്രന്റെ മനസ്സിലപ്പോൾ നേരം പുലരുന്നവരെ അവന്റെ തലയിണയായ അവളുടെ പഞ്ഞി പോലെയുള്ള വയറായിരുന്നു. താങ്ങിയല്ലോ. നേരം പുലരുന്നവരെ ഞാൻ കിടന്നില്ലേ? അവൾ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. അവനൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് കണ്ണുകളടച്ച് കമിഴ്ന്ന് കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.